ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങൾ കൊടുക്കരുതെന്ന് ഐക്യരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ പ്രമേയം പാസാക്കി. പക്ഷേ ഇന്ത്യ ഉൾപ്പെടെ 18 രാജ്യങ്ങൾ ആ പ്രമേയത്തിന് അനുകൂലമായി തീരുമാനമെടുത്തില്ലെന്ന് മാത്രമല്ല വിട്ടു നിൽക്കുകയും ചെയ്തു. വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിതിൽ അതിലഭിപ്രായമില്ല എന്നുള്ളതാണ്. വാസ്തവത്തിൽ പ്രമേയത്തിന് എതിരാണ് ആ നിലപാട്. ഒന്നാമത് ഇത്തരം പ്രമേയങ്ങൾക്കൊക്കെ പുല്ലുവിലയാണ്. ഇസ്രായേലിൽ മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ നമുക്കെതിരെ എന്തെല്ലാം പ്രമേയം അവർ പാസ്സാക്കിയിരിക്കുന്നത് ആരും മൈൻഡ് ചെയ്യുന്നത്. UN ജനറൽ അസംബ്ലിയിൽ UN മനുഷ്യാവകാശ കമ്മീഷൻ എന്നൊക്കെ പറയുന്നത് വെറും ഒരു നാടകമായിട്ടിപ്പം മാറി. അപ്പോൾ അതുകൊണ്ട് അതിലെടുക്കുന്നതോ എടുക്കാതിരിക്കുന്നതോ ആയ നിലപാടുകൾക്ക് വലിയ ഇതൊന്നുമില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ആംസ് എംബാർഗോ എന്നാണ് ഈ പ്രമേയത്തിൽ എഴുതിയിരിക്കുന്നത്. എംബാർഗോ എന്ന് പറഞ്ഞാൽ ഇനി ഒരായുധവും അവർക്ക് കൊടുത്തു പോകരുത് എന്നാണ്. കൂടുതൽ കൊടുക്കരുത്, കുറവ് കൊടുക്കരുത്, അങ്ങനെയൊന്നുമല്ല. എംബാർഗോ മീൻസ് എംബാർഗോ, സ്റ്റോപ്പ് ഇറ്റ്. ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്നത് നിർത്തുക, ഇതാണ് പ്രമേയം. അത് മാത്രമല്ല, ആദ്യമേ സീസ് ഫയർ, ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കണം. ഇസ്രായേലിന് ഫർദർ ഇതും കൊടുക്കാൻ പാടില്ല, ആയുധങ്ങളും കൊടുക്കാൻ പാടില്ല. ഈ പ്രമേയം പാസ്സായി. പക്ഷേ പ്രമേയത്തിനൊരു വിലയില്ല. ഇസ്രായേൽ റേസ് ചെയ്യുന്നൊരു ബേസിക് ക്വസ്റ്റ്യനുണ്ട്. സുനിൽ ആലോചിച്ച് നോക്ക്, നമ്മുടെ നാട്ടിൽ വലിയൊരു സായുധ പ്രശ്നം നടക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് കുറേ ആൾക്കാരെ ബന്ദികളായിട്ട് വെച്ചിരിക്കുന്നു. എന്നിട്ട് രാഷ്ട്രവുമായിട്ട് അവർ യുദ്ധത്തിലാണ്. ഒരു രാജ്യത്തിൻ്റെ ഒരു ഭാഗം, കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയുള്ള പ്രദേശത്ത് അവരങ്ങ് നിറഞ്ഞിരിക്കുന്നു. അവിടെ കുറേയധികം ഹിന്ദുക്കളെ ബന്ദികളാക്കിയും വെച്ചിരിക്കുന്നു. അവരുടെ തന്നെ ബന്ധുക്കളായ മുസ്ലിങ്ങൾ നിസ്സഹായരായിരിക്കുന്നു. എന്ത് ചെയ്യണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ? അവരെ ബലം പ്രയോഗിച്ച് കീഴടക്കണം, ബന്ദികളെ മോചിപ്പിക്കണം. ഇതാണ് ഗാസയിൽ നടക്കുന്നത്. പക്ഷേ ഇവർ പ്രമേയം പാസ്സാക്കിയിട്ട് ഇസ്രായേൽ ചോദിക്കുന്നത് അതാണ്. നിങ്ങൾ ഈ പ്രമേയത്തിൽ ഒക്ടോബർ 7-ാം തീയതിയിലെ ടെററിസ്റ്റ് അറ്റാക്ക് ഇന്ന് വരെ പെടുത്തിയിട്ടില്ല. ഇന്ന് വരെ, ഈ നിമിഷം വരെ ഒരാളും ഈ ഹമാസിൻ്റെ ടെററിസ്റ്റ് അറ്റാക്കിനെ പറ്റി ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ബന്ദികളെ വിട്ടുകൊടുക്കണം എന്നൊരു പ്രമേയം വന്നിട്ടില്ല. പാലസ്തീൻ വേറെ രാജ്യമാണ്. പാലസ്തീൻ വേറെ രാജ്യമാണെന്ന് നിങ്ങളുടെ ക്ലെയിം അല്ലേ? അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ സംഭവം ഒക്ടോബർ 7-ാം തീയതി തുടങ്ങിയ സംഭവം, ഒക്ടോബർ 7-ാം തീയതി നടത്തിയത് ടെററിസ്റ്റ് അറ്റാക്ക് ആയിരുന്നു. അത് ചെയ്യരുതായിരുന്നു നിങ്ങളുടെ പ്രമേയത്തിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. അവർ പിടിച്ചു വെച്ച ബന്ദികളെ വിട്ടുകൊടുക്കണം, എന്നിട്ട് സീസ് ഫയർ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ വൺ സൈഡഡായിട്ട് ഇസ്രായേലിനെതിരെയുള്ള പ്രമേയമാണ്. ഹമാസ് എന്നൊരു അക്ഷരം മിണ്ടാൻ യുണൈറ്റഡ് നേഷൻസിന് പോലും ധൈര്യമില്ല. ഇപ്പോൾ ഇന്ത്യ വിട്ടുനിന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യക്ക് ഈ അഭിപ്രായമൊക്കെ ഉണ്ട്. പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ തലയിലേക്ക് വരും ഹമാസ്. ഇവിടെ ഹമാസിൻ്റെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇന്ത്യ പറഞ്ഞല്ലോ യുദ്ധം തുടങ്ങിയപ്പോൾ സമയത്ത് ടെററിസത്തിനെതിരാണ് എന്ന് പറഞ്ഞു. ഹമാസ് എന്നുള്ളൊരു വാക്ക് ഇന്ത്യ പറഞ്ഞിട്ടില്ല. കാരണം ഇത് ദുരിതമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിരോധിക്കേണ്ടി വരും. ISIS ഇന്ത്യ ഒരക്ഷരം മിണ്ടാതിരുന്നതാണ്. പക്ഷേ ഇവിടെ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ട് ISIS ഓപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ISISനെ കേന്ദ്രം നിരോധിച്ചു. ഇതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ ഹമാസിനെ നിരോധിക്കേണ്ടി വരും. ഹമാസിനെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആദ്യത്തെ ബോംബ് പൊട്ടും. അത് പൊട്ടിക്കാൻ ആൾക്കാർ ഇവിടെ തയ്യാറാണ്. ആ കായംകുളത്ത് ആ വേഷം കെട്ടി നടന്നല്ലോ, പോലീസൊന്നും ചെയ്തില്ലല്ലോ. മോദിക്ക് പേടിയായതുകൊണ്ടില്ല, വഴിയെ പോയ വയ്യാവലി എടുത്ത് തലയിൽ വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിന് തലവേദനയുണ്ട്, ഇനിയൊരു ഹമാസിനെയും കൂടെ എടുത്ത് തലവേദന, അത് അവിടെ നടക്കുന്നതല്ലേ, അവിടെ നടന്നോട്ടെ. അതെടുത്തിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം നമ്മളെടുത്തിട്ട് നമ്മൾ സമ്പൂർണ്ണമായിട്ട് ഇസ്രായേൽ ഹമാസ് കോൺഫ്ലിക്റ്റിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിൽക്കേണ്ടി വരും. നമുക്കെന്ത് കാര്യം? ഒരു മോറൽ സപ്പോർട്ട് പിന്തുണയ്ക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ അവരെ കൈകാര്യം ചെയ്യണ്ടേ? അവരെ കൈകാര്യം ചെയ്യണം. പക്ഷേ ഇവരുടെ ഈ ഹമാസ്, ബോക്കോ ഹറാം, IS, താലിബാൻ, ഇവരുടെയൊക്കെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അവർക്കെതിരെ ഏതെങ്കിലും രാജ്യം സംസാരിക്കുകയാണെങ്കിൽ ആ രാജ്യത്ത് സ്ഫോടനങ്ങൾ തുടങ്ങും. അപ്പോൾ രാജ്യങ്ങൾ സാധാരണ ചെയ്യുന്നത് എന്താ? അവർ ഇതിനെപ്പറ്റി മിണ്ടുകയില്ല, ഇവരുടെ പേരെ മിണ്ടുകയില്ല. കാരണം അതിലേ പോകുന്ന വയ്യാവലിയാണ്, അതെടുത്ത് തലയിൽ വെക്കേണ്ടതെന്ന്, അത് പൊക്കോട്ടെ എവിടെയെങ്കിലും. ഇതാണ് അവരുടെ. ഞാനിത് മനസ്സിലാക്കിയത് ത്രൂ ഹാർഡ് വേ. എൻ്റെ ഒരു പ്രോഗ്രാമുണ്ടല്ലോ, പൊളിച്ചെഴുത്ത്, ജനം TV-യിൽ പൊളിച്ചെഴുത്ത്. ഞാൻ ഒരിക്കൽ ഈ ISISനെ പറ്റിയാണ് ചെയ്ത് അത് സംപ്രേഷണം ചെയ്തിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജനം TV-യുടെ MD എന്നെ വിളിക്കുന്നു.
സാധാരണ എനിക്കങ്ങനെ എം ഡിയുമായിട്ടൊന്നും ഇൻട്രാക്ഷനൊന്നുമില്ല, ഞാൻ പ്രോഗ്രാം ചെയ്യുന്നു വരുന്നു അത്രയല്ലേ ഉള്ളൂ. എം ഡി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോഹൻദാസ് ജി, ഞാനതിൻ്റെ പുനഃസംപ്രേഷണം 2 തവണയുണ്ട്, രാത്രി എപ്പോഴോ പിന്നെ വെളുപ്പിന് ഈ വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പുനഃസംപ്രേഷണം ഞാൻ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ കാണിച്ചു, അത് എയർ ചെയ്ത് പോയി. ബട്ട് ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഗൾഫ് കൺട്രീസിൻ്റെ സമയം നോക്കിയിട്ടാണ്. അപ്പോൾ ഇത് കാണാൻ പോകുന്നത് സൗദി അറേബ്യ, ഒമാൻ, അബുദാബി, ആ ബെൽറ്റിലുള്ളവരാണ് കൂടുതലും കാണുന്നവർ. അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി അറേബ്യ ISIS-നെതിരാണ്. ഞാൻ പറഞ്ഞു ഞാനും അതിനെതിരാണ്, എൻ്റെ പ്രോഗ്രാം അതിനെതിരാണ്. പുള്ളി പറഞ്ഞു എതിരോ അനുകൂലമോ എന്നുള്ളതല്ല, ISIS എന്നുള്ള വാക്ക് അവരെ തൊടണ്ടെന്നാണ് സൗദി അറേബ്യയുടെ തീരുമാനം. നോ വീഡിയോ, നോ ന്യൂസ് ഓൺ ISIS വിൽ ബി ദെയർ ഇൻ സൗദി അറേബ്യ TV. അപ്പോൾ ഇത് വന്നു കഴിയുമ്പോൾ അവർ ഞങ്ങളുടെ TV അങ്ങ് ബ്ലോക്ക് ചെയ്യും. ഇവിടുത്തെ പോലെ കേസ് കേട്ടിട്ട് ബ്ലോക്ക് ചെയ്യല്ല, ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവരുടെ പിന്നാലെ നടക്കണം. സാർ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. അവരുടെ നിയമം എന്താണെന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി മിണ്ടണ്ട. എപ്പോഴാണ് ISIS സൗദി അറേബ്യയെ ആക്രമിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. കാരണം സൗദി അറേബ്യയിലാണല്ലോ മെക്ക, മദീന. ഈ മെക്കയിലെ നമ്മൾ കറുത്ത ഇതിട്ട് മൂടിയ കാബ, പിന്നെ മറ്റേ സാത്താനാണെന്ന് പറഞ്ഞെറിയുന്ന കല്ല്, ഇതെല്ലാം വിഗ്രഹാരാധനയാണെന്നാണ് ISIS-ൻ്റെ വാദം മാത്രമല്ല, വാദത്തെ ഖണ്ഡിക്കാനും പ്രയാസമാണ്. ഖുർആൻ വെച്ചിട്ടാണ് അവർ വാദിക്കുന്നത്. ഇത് നിങ്ങളൊരു വിഗ്രഹത്തെ ആരാധിക്കുകയാണ്, അതിന് ചുറ്റും നിങ്ങൾ പ്രദക്ഷിണം വയ്ക്കുകയാണ്. അപ്പോൾ അതൊരു വിഗ്രഹമല്ലേ? വിഗ്രഹാരാധന ഖുർആൻ ഇസ്ലാമിൽ പാടുണ്ടോ? അതുകൊണ്ട് അത് ഇടിച്ചു നിരത്തണം. ഇതാണ് ISIS-ൻ്റെ ഐഡിയ. ആൻഡ് സൗദി അറേബ്യ പറയുന്നത് ഞങ്ങൾക്ക് വി ക്യാൻ കണ്ടെയ്ൻ ISIS, ബട്ട് വൈ ഷുഡ് വി ഡൂ ദാറ്റ്? അവരുമായിട്ടൊരു യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അൺഇമാജിനബിൾ, ഇറ്റ് ഈസ് കോസ്റ്റ്ലി. വി ക്യാൻ ഡൂ ദാറ്റ്, വി വിൽ വിൻ, ബട്ട് ദെൻ വൈ ഷുഡ് വി സ്പെൻഡ് ദാറ്റ് മച്ച് മണി ആൻഡ് മെറ്റീരിയൽ ആൻഡ് പീപ്പിൾ ഫോർ എ വാർ? അതുകൊണ്ട് അവരെ പറ്റി ഒരു അക്ഷരം മിണ്ടണ്ട. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ ഹമാസ് തീവ്രവാദിയാണ് എന്ന് എവിടെയെങ്കിലും പറഞ്ഞു എന്ന് വെച്ചോ, പിറ്റേ ദിവസം ഈ ഹമാസ് ഇന്ത്യയിൽ ഓപ്പറേറ്റ്, ഇവിടെ അവരുടെ ഏജൻസ് അവൈലബിൾ ആണ്, അതും ഇന്ത്യക്ക് അറിയാം. 3-4 സ്ഫോടനങ്ങൾ അവിടെ ഇവിടെയൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് മാനേജ് ചെയ്യാൻ നടക്കണ്ടേ? നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ടാവും. അതിലും ഭേദം ആ പണ്ടാരങ്ങ് പൊക്കോട്ട്. നൗ ഇറ്റ് ഈസ് ഇൻ ഇസ്രായേൽ, സിനായ് മരുഭൂമിയിലൊക്കെയാണ് കിടക്കുന്നത് ഈ സാധനം. അതവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ മനുഷ്യന് കിടക്കപ്രതിയില്ലാതെയാകും. അതുകൊണ്ട് ഇന്ത്യ വളരെ സൂക്ഷിച്ചാണ് ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത്. ബട്ട് ഇന്ത്യ മാറി നിന്നത് 2 കാര്യത്തിലാണെന്ന് ഓർക്കണം. ഒന്ന് ഈ സീസ് ഫയർ, 2 ഈ ആയുധങ്ങളുടെ എംബാർഗോ. അതായത് ഇന്ത്യയുടെ നിലപാട് ഇസ്രായേലിന് ഇനിയും ആയുധം കൊടുക്കണം എന്നുള്ളതാണ്. ഇസ്രായേലിന് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ആയുധം വേണോ വേണ്ടേ എന്നുള്ളത് വേറെ കാര്യം. കാരണം ഇസ്രായേലിൽ ഇല്ലാത്ത ആയുധമൊന്നുമില്ല, അവരുണ്ടാക്കുന്നവരാണ്, വിൽക്കുന്നവരാണ്. ഇസ്രായേൽ ഒരു അംഗീകൃത ന്യൂക്ലിയർ രാജ്യമല്ല. ബട്ട് മിനിമം 25 ന്യൂക്ലിയർ വാർഹെഡ്സ് അവരുടെ കയ്യിലുണ്ടെന്നാണ് ലോകരാജ്യങ്ങളുടെ വിലയിരുത്തൽ. അതുകൊണ്ട് താൻ നമ്മളുടെ ഈ 5th ഹോഴ്സ്മാൻ എന്ന് പറഞ്ഞിട്ട് ബുക്കുണ്ട്, ലാരി കോളിൻസ്, നമ്മളെ ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എഴുതിയ ആൾക്കാർ, അവരെഴുതിയ ആ ബുക്ക് നമ്മൾ തുറന്നാൽ പിന്നെ മുഴുവൻ വായിച്ചിട്ട് താഴെ വയ്ക്കുള്ളൂ, അത്രയ്ക്ക് ഇതായിട്ട്. അപ്പോൾ അതിൻ്റെ കഥയൊക്കെ പോട്ടെ, ഒരുപാടുണ്ട്. അതിനകത്തും ഈ ഇസ്രായേലിൻ്റെ ഈ ന്യൂക്ലിയർ ഓപ്പറേഷൻസിനെ പറ്റി പറയുന്നുണ്ട്, എത്രയോ വർഷം മുമ്പ്. അപ്പോൾ വർഷങ്ങളായിട്ട് ഒരുപക്ഷെ അമേരിക്ക, റഷ്യയ്ക്ക് ശേഷം ജർമ്മനി അക്വയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഒപ്പം തന്നെ ന്യൂക്ലിയർ പവറായിട്ട് മാറിയ ഒരു രാജ്യമാണ് ഇസ്രായേൽ. ഇതൊക്കെ കൊണ്ടാണ് ഈ ലോകരാഷ്ട്രങ്ങളും പിന്നെ ഇസ്രായേൽ ചോദിക്കുന്നത്, സീസ് ഫയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ 2 പാർട്ടികളോട് പറയണ്ടേ? ഒന്ന് ഞങ്ങൾ ഫയർ ചെയ്യുന്നവർ, വേറെ അപ്പുറത്ത് ഫയർ ചെയ്യുന്നവരുണ്ട്. അവരാരാ? അവരെപ്പറ്റി നിങ്ങൾ മിണ്ടാത്തത് എന്താ? അവരോട് സീസ് ഫയർ പറയാത്തത് എന്താ? സാധാരണ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നു, യുണൈറ്റഡ് നേഷൻസ് പറയും നിങ്ങൾ 2 പേരും യുദ്ധം നിർത്ത്, വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്ന് പാകിസ്ഥാനോടും പറയും, ഇന്ത്യയോടും പറയും. ഇത് ഇസ്രായേലിനോട് മാത്രമേ പറയുന്നുള്ളൂ. മറ്റവരോട് എന്താ പറയാത്തത്? എന്താ പറയാത്തത്? ബിക്കോസ് ദേ ആർ നോട്ട് എ കൺട്രി, ദേ ആർ എ ടെററിസ്റ്റ് ഗ്രൂപ്പ്, ദേ ആർ നോട്ട് ബൗണ്ട് ബൈ യുണൈറ്റഡ് നേഷൻസ്. Then how can we take care of United Nations?
അവർ പറയുന്നത് ഞങ്ങളുടെ രാജ്യത്തിൽ ഒരു ടെററിസ്റ്റ് സാധനം ഓപ്പറേറ്റ് ചെയ്യുന്നു, അതുമായിട്ട് വെടിനിർത്തൽ വേണമെന്ന് യുണൈറ്റഡ് നേഷൻസ് ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം എടുത്തു കളയണം എന്ന് യുണൈറ്റഡ് നേഷൻസ് പ്രമേയം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? പോയി പണി നോക്കാൻ പറയും. പോയി പണി നോക്കാൻ പറയും. അത് ബഹുഭൂരിപക്ഷത്തോടെ പാസ്സാക്കിയെന്ന് വെച്ചോ, അപ്പോഴും നമ്മൾ പറയും നീ പോയി നിൻ്റെ കാര്യം നോക്കടാ, ഞാൻ എൻ്റെ രാജ്യത്തുള്ള തീവ്രവാദ ഗ്രൂപ്പിനെയാണ് ഞാൻ നിരോധിച്ചിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട്, ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ എ തയ്ബ, ഇന്ത്യൻ മുജാഹിദീൻ, എത്ര പേരെ നമ്മൾ നിരോധിച്ചു, LTT, സിമി വരെ. അപ്പോൾ ഇങ്ങനെ നിരോധിക്കുന്ന ഈ തീവ്രവാദ ഗ്രൂപ്പുമായിട്ട് സന്ധി ചെയ്യണം എന്ന് യുണൈറ്റഡ് നേഷൻസ് പ്രമേയം പാസ്സാക്കുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് ഇസ്രായേൽ ഇത് അംഗീകരിക്കാത്തത്. നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെടുന്നു എന്നുള്ളൊരു കൺസേൺ ഉണ്ടാവില്ലേ? നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെടും ബിക്കോസ് യു ആർ ഹോസ്റ്റിംഗ് ദ ടെററിസ്റ്റ്. യു ആർ ദ ടെററിസ്റ്റ്. നിരപരാധികളാണ് നിങ്ങൾ വാദിച്ചാൽ പോരാ. ഓരോ നിരപരാധികളുടെ കയ്യിലും തോക്കുണ്ട്. ഈ തോക്ക് താഴെ വെച്ച് ഫോട്ടോ, സ്ഥിരം വരുന്ന ഫോട്ടോ ഉണ്ടല്ലോ, ഒരു ഗർഭിണി, ഒരു തുണി ഉടുക്കാത്ത കൊച്ച്, കുട്ടികൾ, ഗർഭിണികൾ. ഈ പരിപാടി ഇസ്രായേലിൽ നടക്കില്ല. ഇത് കാശ് മേടിക്കാനായിട്ട് നാട്ടിൽ മുഴുവൻ സർക്കുലേറ്റ് ചെയ്യും. അല്ല, മുമ്പൊരു വീഡിയോ TG കണ്ടു കാണും, ഒരു ശവമായിട്ട് ഇങ്ങനെ ഒരു ജാഥ പോകുന്നു, പെട്ടെന്ന് ഫയറിനടിച്ച് വണ്ടി വരുമ്പോൾ ശവം എണീറ്റ് ഓടുന്നു. എന്തുമായിക്കോട്ടെ, അല്ല നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല, ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഏകദേശം ഇപ്പോൾ മരണസംഖ്യ 34,000 അടുക്കുന്നു. ശരിയായിരിക്കാം, 34,000. ഇൻ എക്സ്ചേഞ്ച് ഇസ്രായേലിന് വന്ന നഷ്ടം 1,400 1,500 മറ്റുള്ളൂ. അപ്പോൾ അവർ പറയുന്നത് ഇത് അവസാനത്തെ ടെററിസ്റ്റിനെ വരെ അവസാനിപ്പിച്ചിട്ടേ ഞങ്ങളിത് നിർത്തുള്ളൂ. യുണൈറ്റഡ് നേഷൻസിൽ ഈ തമാശ നടന്നു. അവർ കുട്ടികൾ ഇങ്ങനെ വിഷമിക്കുന്നത്, ഒരു കുട്ടിയുടെ ഫോട്ടോയൊക്കെ കാണിച്ചത് കണ്ടില്ലേ? ഇസ്രായേലിൻ്റെ പ്രതിനിധി പറഞ്ഞു ഞാൻ കണ്ടു, അതേ കുട്ടിയുടെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം, വേറൊരു ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ താഴേന്ന് വലിയൊരു ഫോട്ടോ ഇയാൾ എടുത്ത് കാണിച്ചു. ഒരു ഹമാസിൻ്റെ യോദ്ധാവിൻ്റെ കയ്യിൽ ഈ കുട്ടിയിരിക്കുന്നു, ആ കുട്ടിയുടെ കയ്യിൽ തോക്കിയിരിക്കുന്നു. സെയിം കുട്ടിയാണ്. നിങ്ങളുടെ ഫോട്ടോയിലെ കുട്ടി തന്നെയാണോ ഇത്? നോക്കിയേ. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരു ഫോട്ടോ, ഞങ്ങൾക്ക് വേണ്ടി വേറൊരു ഫോട്ടോ. ഈ ഫോട്ടോ ഷൂട്ടിട്ടാണ് ഹമാസ് കളിക്കുന്നത്. ഇതിന് കാവൽ നിൽക്കാനായിട്ട് ഈ പറഞ്ഞ ഫോർഡ് ഫൗണ്ടേഷൻ അവരിവരൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ എല്ലാം ബ്ലോക്ക് ചെയ്യാനായിട്ട് ഇസ്രായേലിലെ ജൂതന്മാരുമുണ്ട്. ഇസ്രായേലിനെ അങ്ങനെ അങ്ങ് തോൽപ്പിക്കാനൊന്നും സാധ്യമല്ല. ജോ ബൈഡൻ പറഞ്ഞല്ലോ വെടിനിർത്തൽ പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നുള്ളത് ഇയാൾ പൂരിപ്പിച്ചു, നെതന്യാഹു. എന്നാൽ പിന്നെ ഞാൻ അമേരിക്കയിലേക്ക് വരുന്നില്ല. അല്ല, അങ്ങനെ കടുപ്പപ്പെട്ട തീരുമാനമൊന്നും വേണ്ട ചേട്ടാ. എന്നാൽ ശരി, ആലോചിക്കുന്നു, ഞാൻ അടുത്ത ആഴ്ച വരാം. പുള്ളി ഒരു വിസിറ്റ് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ വീണ്ടും റീഷെഡ്യൂൾ ചെയ്തിട്ട് വീണ്ടും ചെല്ലാമെന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ഇല്ലേ, ഭർത്താവ് ഭാര്യയെ പേടിപ്പിക്കുന്നു, എടീ നീ ഇങ്ങോട്ട് വരുന്നോ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. അവരുടെ അടുത്ത് ഈ കളിയൊന്നും നടക്കില്ല. ഈ നാടകങ്ങളുണ്ടല്ലോ, ഈ ഗർഭിണിയെ കുട്ടികളെ വെച്ചുള്ള ഈ കലാപരിപാടിയൊക്കെ അവസാനിപ്പിക്കുക, ഹമാസ് അവരുടെ ഭീകരത. നമ്മൾ ഇന്ത്യൻ പൊളിറ്റിക്സിലെ സാധാരണ ഇവിടെ ഹമാസ് അനുകൂലികളാണല്ലോ കമ്മ്യൂണിസ്റ്റും അവരും ഇവരും എല്ലാം കൂടെ. പക്ഷേ ഇന്ത്യ ഈ സ്റ്റാൻഡ് എടുത്തിട്ട് ഇവിടുന്ന് ആരും കാമാന്ന് മിണ്ടുന്നില്ലല്ലോ. ഇപ്പം മിണ്ടാൻ പ്രയാസമാണ്. ഇപ്പം തെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയല്ലേ, അതുകൊണ്ടാണ് പാലസ്തീൻ ഐക്യദാർഢ്യം അങ്ങ് പോയല്ലോ. CAA മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ മതി പിണറായി വിജയൻ, പാലസ്തീൻ മുസ്ലിങ്ങൾ വേണ്ട. രണ്ടും പായാണ്, പക്ഷേ ഒരു പാ മതി, രണ്ടാമത്തെ പാ വേണ്ട. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ആ പായിടാം. പാകിസ്ഥാനിലുള്ള ഉമ്മർ, ജയഭാരതിയെ ഓടിക്കുന്ന ഉമ്മർ നമുക്ക് വേണം. ഇപ്പോൾ CAA പറ്റി സംസാരിക്കുന്നത് പിണറായി വിജയൻ മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. ബാക്കിയുള്ളവരാരും CAA തൊടുന്നില്ല. കോൺഗ്രസ് വിട്ടു, CPI പിന്നെ പണ്ടേ തൊടാറില്ല. അവർക്ക് ഇതിനൊന്നും നേരമില്ല. ഇപ്പം എല്ലാവരും സമാധാന പ്രിയന്മാരും, ഒരു കുഴപ്പമില്ല, ഇങ്ങനെ ഈ ചിരിഞ്ഞിട്ട് വോട്ട് മേടിക്കാൻ നടക്കുകയാണ്. പിണറായി വിജയൻ മാത്രമാണ് സ്ട്രോങ് ആയിട്ട് ഒരു അജണ്ട വെച്ച് പ്രചരണം നടത്തുന്ന ആൾ പിണറായി വിജയനാണ്. സ്ട്രോങ് ആയിട്ടെന്ന് പറയാൻ പറ്റില്ല. മലബാറിൽ ഹരികൃഷ്ണൻ സിനിമ പോലെയാണ്. മലബാറിൽ 5 സ്ഥലത്ത് അതാണ് സ്ട്രോങ്. തെരഞ്ഞെടുപ്പിൽ അതാണ് സ്ട്രോങ്. നിങ്ങൾ കോൺസ്റ്റിറ്റ്യുവൻസി മാറുന്തോറും നിങ്ങളുടെ നരേറ്റീവ് മാറ്റണം. അത് പിണറായി വിജയൻ അറിയാം. അല്ല, ബാക്കിയുള്ളവർക്ക് അത് അറിഞ്ഞുകൂടാത്ത ഭേദമാണ്. അയാൾക്ക് ഒരു ലക്ഷ്യബോധമുണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യന്. അത് ഹൗസ് ഓവർ ഹെയ്നസ് ഇറ്റ് മേ ബി, ഏറ്റവും ഹീനമായ ലക്ഷ്യമായിരിക്കും, പക്ഷെ അതുണ്ട് അയാൾക്ക്. ബാക്കിയുള്ളവർക്ക് ഒരു ലക്ഷ്യവുമില്ല, ചുമ്മാ ഇങ്ങനെ.
പക്ഷെ എന്തായാലും ടി ജി എനിക്ക് തോന്നുന്നത് ഇന്ത്യ പറയാതെ പറഞ്ഞ് വീണ്ടും ഇസ്രായേലിനൊപ്പമാണെന്ന് കാണിച്ചിരിക്കുകയാണ്. യെസ് ഈ മാറി നിൽക്ക് വാസ്തവത്തിൽ മാറി നിന്നത് ഇസ്രായേലിൻ്റെ കൂടെയാണ്. 18 രാജ്യങ്ങൾ മാറി, 6 രാജ്യങ്ങളാണ് എതിർത്തത്. അല്ലെ, ഈ എതിർപ്പും ഇതുമൊക്കെ കഴിഞ്ഞിട്ട് ആ പ്രമേയം പാസ്സായി. ആ പ്രമേയത്തിന് പുല്ലുവിലയാണെന്ന്. യുണൈറ്റഡ് നേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? UN സെക്യൂരിറ്റി കൗൺസിലാണ് ഇതിൽ പവർഫുള്ളായിട്ടുള്ളത്. അതിനകത്ത് എല്ലാവർക്കും വീറ്റോ അധികാരമാണ്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വീറ്റോ ചെയ്ത് അവിടെ ഒരു പ്രമേയം നടക്കില്ല. ഇവിടെ പിന്നെ പ്രമേയം പാസ്സാക്കിയിട്ട് കാര്യമില്ല. ഇത് വെറുതെ ഒരു പൊതുയോഗമാണ്. ഈ UN ജനറൽ അസംബ്ലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോകും, ആ ബുദ്ധൻ മഹാത്മാഗാന്ധി എന്നൊക്കെ പ്രസംഗിക്കും. പിന്നെ ആ പ്രോട്ടോക്കോളുണ്ട്, മിനിമം ഇത്ര പേരെങ്കിലും ഹാളിലുണ്ടാവണം, എല്ലാവരും കൂടെ എണീറ്റ് പോകരുത് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ കുറേ പേര് അവിടെ ഇരിക്കുന്നവർ കൈയടിക്കും. അപ്പോൾ ആര് പ്രസംഗിച്ചാലും കൈയടിക്കും. നമ്മൾ വിചാരം മോദി പ്രസംഗിച്ചപ്പോൾ എന്താ കൈയടി. മോദിക്ക് മാത്രമല്ല, എല്ലാ പ്രധാനമന്ത്രിമാർക്കും കൈയടി കിട്ടും. ഇവർ പ്രസംഗിക്കുന്നത് പലപ്പോഴും സ്പാനിഷ്, ഫ്രഞ്ച് ഭാഷയിലൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ടി വിക്കാരത് കാണിക്കാറുമില്ല. അത് നമുക്ക് വിഷയമല്ല. നമുക്ക് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കൂടി വന്നാൽ പാകിസ്ഥാൻ്റെ പ്രസംഗം ഇത് നമ്മൾ കാണിക്കും. അതിനപ്പുറത്തേക്ക് നമ്മളും കാണിക്കാറില്ല. അപ്പോൾ ഈ ഹിസ്ട്രിയോണിക്സ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. 6 മണിക്കൂറാണ് VK കൃഷ്ണമേനോൻ പണ്ട് യുണൈറ്റഡ് നേഷൻസിൽ പ്രസംഗിച്ചത്. അവസാനം ഈ പ്രസംഗിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? ചൈനയ്ക്ക് വേണ്ടിയിട്ടാണ്. ചൈനയെ UN സെക്യൂരിറ്റി കൗൺസിലിൽ അംഗമാക്കണം, അവർ ജനാധിപത്യ രാഷ്ട്രമാണ്, മഹത്തായ രാഷ്ട്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് 6 മണിക്കൂർ ഈ മൂപ്പര് പ്രസംഗിച്ചു. എന്നിട്ടും തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ടു കേട്ടോ. തിരുവനന്തപുരത്തുകാർ മഹാന്മാരാണ്. പണ്ട് മുതലേ ഈ വിശ്വപൗരന്മാരെ ജയിപ്പിക്കുന്ന സ്വഭാവം അവർക്കുണ്ട്. അങ്ങനെ ജയിപ്പിച്ചതാണ് VK കൃഷ്ണമേനോൻ. വിശ്വപൗരന്മാർ ഇപ്പോൾ മത്സരിക്കാനുണ്ട് തിരുവനന്തപുരത്ത്. മത്സരിച്ചുകൊണ്ടിരിക്കുക. എന്താവുമെന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.